പുസ്തകപ്പേറ എന്ന പരിപാടി ആരംഭിക്കുകയാണ്. കാവ്യശിഖയുടെ അടുത്ത സുഹൃത്തുക്കളും അംഗങ്ങളും മുതിർന്ന പ്രവർത്തകരുമാണ് ഈ പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളത്. കാവ്യശിഖയുടെ ഭാഗമായി തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത്. അതിന്റെ വിവിധങ്ങളായ ചടങ്ങുകൾ എല്ലാ പുസ്തകങ്ങളും പ്രത്യേകമായി ചടങ്ങുകളായി തന്നെയാണ് നടത്തുന്നത്. സോദാർത്തിയല്ലേ കുല്ലമാഷയുടെ കവിതയാണ്. പുതിയ പ്രഭാതം പുലരിക്കിളികൾ പറന്നു അറിവിൻ കതിരുകൾ കൊത്തിയെടുക്കാൻ അണിയണിയായി നിരന്നു ഞങ്ങൾ അണിയണിയായി നിരന്നു. പുതിയ പ്രഭാതം എന്റെ കർത്തവ്യം സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ ഈ പുസ്തകപ്പിറ എന്ന ചടങ്ങിന് അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത് നമ്മുടെ പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി ഡോക്ടർ എം.എൻ. വിനയകുമാർ മാഷാണ്. വിനയകുമാർ മാഷിനെ എത്രയും സ്നേഹത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് കാവ്യശിഖയുടെ മാർഗദർശിയായ എന്നും നമ്മോടൊപ്പമുള്ള നമ്മുടെ ഗ്രൂപ്പിലെ ഓരോ കവിതകളും വായിച്ച് എന്ത് തെറ്റുകളുണ്ടെങ്കിലും ചൂണ്ടിക്കാണിച്ച് അതിലുള്ള നമുക്ക് ധാരാളം അറിവുകൾ പകർന്നു നൽകുന്ന നമ്മുടെ കെ.വി. രാമകൃഷ്ണ മാഷാണ്. രാമകൃഷ്ണ മാഷിനെ എത്രയും ആദരവോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കാവ്യശിഖ എന്താ പറയാ, കേരളത്തിലെമ്പാടുമുള്ള കവികളുടെ കൂട്ടായ്മയായി മാറിക്കഴിഞ്ഞു. പിന്നെ കേരളത്തിന് പുറത്തേക്കും എത്തിയിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിലും നമ്മുടെ ആളുകൾ കാവ്യശിഖക്കാർ ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പൊ ഇത് വിപുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ നിമിഷം വിപുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹിത്യ കൂട്ടായ്മയുടെ പരിപാടി വിജയിപ്പിക്കുന്നതിന് എത്തിച്ചേർന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് പ്രശസ്ത കവി രാമകൃഷ്ണ മാഷ് കെ.വി. രാമകൃഷ്ണനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അനുഭവത്തിൻ്റെ മേഖലയിലേക്ക് വികസിക്കുമ്പോഴേ പൂർണ്ണമായി അത് നമ്മോട് സംവദിക്കുന്നുള്ളൂ. ആ തലത്തിലേക്ക് നമ്മുടെ കാവ്യരചന, കാവ്യാസ്വാദനം, കാവ്യരചനയും കാവ്യാനുഭവവും വളരട്ടെ, വികസിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിനയത്തോടെ ആവർത്തിക്കട്ടെ, വിനയത്തോടെ, ആദരത്തോടെ, സന്തോഷത്തോടെ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. ഈ കവിത സാക്ഷിയാണ്. ഈ കവിതകളെല്ലാം സാക്ഷിയാണ്. മാത്രം സമകാലീനമായ എല്ലാ സംഭവങ്ങളെയും നേർക്കുനേർ കണ്ട് ഇടപെട്ടാണ് മായ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും വളരെ സജീവമായൊരു കാവ്യ ജീവിതം നയിക്കുന്ന ഒരാളാണ് മായ ബാലകൃഷ്ണൻ. ബാലസാഹിത്യം എഴുതുന്നു, കവിതകൾ എഴുതുന്നു, ഉപന്യാസങ്ങൾ എഴുതുന്നു, സോഷ്യൽ മീഡിയയിൽ പരക്കുന്നു. ഞാൻ മായയുടെ പുസ്തകപ്രകാശന ചടങ്ങിൽ പണ്ട് അവർ പങ്കെടുക്കുന്നുണ്ടായി. മഹാകവി ജി ശങ്കരക്കുറുപ്പ് സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വലിയ മുറ്റത്ത് നിറയെ മനുഷ്യരാണ്. ആ നിറയെ ആൾക്കാർ വന്ന് കേരളത്തിന്റെ പല ഭാഗത്തുനിന്നാണ്, എല്ലായിടത്തും വരും. അന്ന് വേദിയിൽ വയലാറിന്റെ കുടുംബം മുഴുവനും ഉണ്ട്. ശരത്തുണ്ട്. ശരത്താണ് പ്രകാശനം ചെയ്യുന്നത് എൻ്റെ ഓർമ്മ. കാരണം 6 പേരുടെ വ്യക്തികളുടെ പുസ്തക പ്രകാശനം നടക്കുന്ന ഒരു വലിയ വേദി, പ്രിയപ്പെട്ട എല്ലാവരും ഉള്ള ഒരു വലിയ ബൃഹത്തായ ഒരു വേദിയിൽ വെച്ചിട്ട്, മഹത്തായ വേദിയിൽ വെച്ചിട്ട്
സാഹിത്യ അക്കാദമിയിൽ എല്ലാവർക്കും വേണ്ടി നന്ദി പറയുക എന്നുള്ളൊരു അവസരം എന്നെ സംബന്ധിച്ച് വലിയൊരു അവസരം തന്നെയാണ്. അധികം നീട്ടി പറയുന്നില്ല. എൻ്റെ തന്നെ ലളിതമായ ഭാഷയിൽ ഞാൻ വളരെ ചുരുക്കി നന്ദി പ്രകാശനത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ വളരെ സ്നേഹപൂർവ്വം അപർണാരാജിന് ഇനിയും ഇത്തരത്തിൽ മികച്ച കൃതികൾ എഴുതാൻ സാധിക്കട്ടെ എന്നും കൂടി സൂചിപ്പിച്ചുകൊണ്ട് സന്തോഷപൂർവ്വം അത് പ്രകാശനം ചെയ്യും. പുസ്തകം സ്വീകരിക്കുന്നതിനായി UK സുരേഷ് കുമാർ മാഷിനെ ക്ഷണിക്കുന്നു. ലേഖനയുടെ കവിത നിങ്ങൾക്ക് വേണ്ടി പ്രകാശനമാക്കുന്നു. പുസ്തക സ്വീകരണം രേഖാ സിംഗ്. സമചിത്തത നമ്മുടെ ഒരു പ്രതീക്ഷ മാത്രമാണ്. സമചിത്തത നഷ്ടപ്പെട്ട ഒരു രാഷ്ട്രത്തിലാണ്, സമചിത്തത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനതയാണ് നമ്മൾ എന്ന് ബാബുരാജ് ഈ കവിതയിലൂടെ അഥവാ